ഉടമ്പടി ഞാൻ നന്നായി ജീവിക്കുമെന്ന്. എന്നിട്ട് ഇവളിത് മുന്നോട്ട് പോയി. അഡ്മിഷൻ എല്ലാം കഴിഞ്ഞു, ഇവൾക്ക് കിട്ടിയില്ല. ഇവൾ ഇങ്ങനെ ഒരു താൽക്കാലികമായ പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ദിവസമായി. അത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. 2 ദിവസം മുമ്പ് ഇവൾ അറിയുന്നു കോളേജിൽ എന്തോ ഒരാള് കോഴ്സ് മാറി പോവുകയാണ്. ആരോ പറഞ്ഞു, ഇവൾ അറിയുന്നു. ഇവൾ അവിടെ ചെന്ന് തിരക്കുന്നു. അപ്പോൾ പറഞ്ഞു, ശരിയാണ്, കോഴ്സ് മാറി പോകുന്നുണ്ട്, ഒരു വേക്കൻസി നീ പറയുന്ന കോഴ്സിന് ഇവിടെ വരുന്നുണ്ട്. ഉടനെ അവർ പറഞ്ഞു, മാനേജരച്ഛനെ പോയി കാണണം. ഉടനെ ജനറ്റ് പറയുന്നു, മാനേജരച്ഛൻ ഞങ്ങളുടെ ബന്ധുവാണ്, പക്ഷെ ഇത്രയും കാര്യം പറഞ്ഞൊന്നും പോകാറില്ല, പോയിട്ടില്ല, ചോദിച്ചിട്ട് പോലുമില്ല. അവർ പറഞ്ഞു, വേറെ വഴിയില്ല, മാനേജരച്ഛനെ പോയി കാണണം. അങ്ങനെ ഇവൾ ചെന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ഇവളെ കണ്ട് അത്ഭുതപ്പെട്ടു. ഇവൾ ഈ അഡ്മിഷന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ എങ്ങനെ തരാനാ, നിനക്ക് മുമ്പേ ഒരാൾ ഇവിടെ അഡ്മിഷന് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. ഒരു സീറ്റല്ലേ ഉള്ളൂ, അത് അവന് കൊടുക്കണം. നിനക്ക് തന്നാൽ അതൊരു ബന്ധം കൊണ്ട് തരുന്നതാവില്ല, അത് ശരിയാവത്തില്ല. അതുകൊണ്ട് പ്രതീക്ഷിക്കണ്ട, നാളെ ഒരു ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രതീക്ഷിക്കണ്ട, അത് അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല, മോള് വീട്ടിൽ പോയിക്കോ എന്ന രീതിയിൽ പറഞ്ഞു വിട്ടു. ഇവൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരാൾ കോളേജിൽ നിന്ന് പോയപ്പോൾ കോളേജ് എനിക്കത് തരത്തില്ലെന്ന് പറയുമ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, അമ്മ മാതാവേ, എനിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ നീ എനിക്ക് തന്നെ അനുവദിച്ച് തരണമെന്ന്. അവൾ പറയുന്നുണ്ട്, രാത്രി വൈകി എനിക്ക് ഫോൺ കോൾ വന്നു. അച്ഛനെങ്കിലും ഫോൺ കോളാണ്. അച്ഛനെങ്കിലും വിളിച്ചോണ്ട് പറഞ്ഞു, പയ്യൻ ആ കോഴ്സ് എടുക്കുന്നില്ല, നീ അവിടെ അവനെവിടെയോ പോയി ചേർന്നു, നീ അതുകൊണ്ട് രാവിലെ വന്ന് ചേർന്നോളാൻ പറഞ്ഞു. അമ്മയോട് അസാധ്യമെന്ന് പറഞ്ഞത് എനിക്കമ്മ ആ കോളേജിൽ അഡ്മിഷനായി അനുവദിച്ചു തന്നു. ആദ്യത്തത്. രണ്ടാമത്തത്, പരീക്ഷയ്ക്ക് 1.5 മാസമേ ഉള്ളൂ. കാരണം ക്ലാസ് തുടങ്ങി 4-5 മാസമായി. ഇതിങ്ങനെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ബ്രിമ്മിലാണ് അവസാന ദിവസം പോയി ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. 1.5 മാസമേ ഉള്ളൂ. ക്ലാസ്സിൽ ചെന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല, ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സിലാവുന്നില്ല, പുസ്തകം മറിച്ചിട്ട് ഒന്നും വായിച്ചിട്ട് കിട്ടുന്നില്ല. അവൾ വിശേഷവതിയായി ഒരു കാര്യം തീരുമാനിക്കുന്നു. അവൾ പറഞ്ഞു, അമ്മ മാതാവേ, ഇനി പരീക്ഷയ്ക്ക് 1.5 മാസമേ ഉള്ളൂ. ഇന്ന് മുതൽ ഞാൻ ഉപവാസം എടുക്കുകയാണ്. ഇന്ന് മുതൽ ഞാൻ ഉപവാസം എടുക്കുകയാണ്. ഞാൻ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല. പരീക്ഷ എഴുതി തീരുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല. എനിക്ക് പരീക്ഷയ്ക്ക് വിജയം വേണം. എന്റെ പരീക്ഷ അമ്മ വിജയിപ്പിക്കണം. കാരണം ഞാൻ ഈ ക്ലാസ് ഒന്നും കൂടിയിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. ഞാൻ പലവട്ടം വായിച്ചാൽ മാത്രമേ ഒരു പരീക്ഷയ്ക്ക് എഴുതുവാൻ സാധിക്കൂ. എങ്കിലും എനിക്ക് ഒന്നുറപ്പുണ്ട്, ഇല്ലാത്തിടത്ത് എനിക്കൊരു അഡ്മിഷൻ തന്ന ഈ കോഴ്സിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചുവെങ്കിൽ അമ്മ മാതാവ് എനിക്ക് നിശ്ചയമായിട്ടും എനിക്ക് വിജയം നൽകുവാൻ തക്ക വിധത്തിൽ മാർക്ക് തരുമെന്ന്. എന്നിട്ട് ഒരു വാചകം കൂടി മാതാവിനോട് ഇവൾ പറയും, അഹങ്കാരമാണെന്ന് തോന്നരുത്, 60% മാർക്ക് വേണം. ഇതാണ് രണ്ടാമത്തെ വാചകം. അഹങ്കാരമാണെന്ന് തോന്നരുത്, 60% മാർക്ക് വേണം. ഇവൾ ആ ദിവസം മുതൽ ഉപവാസം തുടങ്ങി. പ്രിയമുള്ളവരെ, ഉടമ്പടിയെ നിങ്ങൾ സവിശേഷമായി എങ്ങനെ വിലമതിക്കുന്നു? എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് മാതാവിനോടുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് തീരുമാനമുണ്ടായിട്ടുണ്ടോ? ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നെങ്കിൽ അതിന് ഫലമുണ്ടാകും. ഇവൾ ഉപവാസം തുടങ്ങി. 40 ദിവസത്തോളം ആ ഉപവാസം പോയി. 40 ദിവസത്തോളം ഉപവാസം പോയി. അവൾ പറയുന്നുണ്ട്, ഞാൻ പരീക്ഷയ്ക്ക് ചെന്നിരുന്നിട്ട് ചോദ്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഞെട്ടുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു, എല്ലാ പരീക്ഷയുടെ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും, ജപമാല ചൊല്ലും, അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, വിശ്വാസ പ്രമാണം ചൊല്ലും, തൈലം പൂശി പ്രാർത്ഥിക്കും, കാശിരൂപം കൊണ്ടുപോകും. ഇത് ഞാൻ തീരുമാനിച്ച വിഷയമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഓരോ ദിവസവും ഞാൻ പരീക്ഷയ്ക്ക് പോയുള്ളൂ. പരീക്ഷയ്ക്ക് ചെന്നിരിക്കും. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു തവണ എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു പോയതായിരിക്കും. പക്ഷേ ഞാൻ അവിടെ നോക്കുമ്പോൾ ഒരു പുസ്തകത്തിന്റെ ലെഫ്റ്റും റൈറ്റും കാണുന്നത് പോലെ ഏത് പേജിലാണോ വായിച്ചത് ആ പേജ് എന്റെ കണ്ണിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. വായിച്ചതൊക്കെ പേജിൽ അക്ഷരങ്ങളായി തെളിഞ്ഞു വരുന്നു. ഞാൻ ഇടതുവശമാണ് ബുക്കിൽ വായിച്ചതെങ്കിൽ
എന്റെ കൺമുമ്പിൽ ഇടതുവശത്തെ പേജായി തെളിയുന്നു. വലതുവശമാണ് വായിച്ചതെങ്കിൽ വലതുവശത്തെ പേജായി തീരുന്നു. കാരണം ഫോട്ടോ കോപ്പി പോലെ ഒറ്റത്തവണ വായിച്ചത് അവളുടെ കൺമുമ്പിൽ വരികയും അവൾ അത് ഓരോ ചോദ്യത്തിന്റെ ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സുത്രമാണ് ആ സാക്ഷ്യം, ജനറ്റിന്റെ സാക്ഷ്യം. എനിക്ക് റിസൾട്ട് വന്നു 58%. മാതാവ് 2% പിടിച്ചു. 52% മാർക്ക് എനിക്ക് ആദ്യത്തെ ആ സെമസ്റ്ററിന്റെ പരീക്ഷയ്ക്ക് മുഴുവനും തന്നു.